അബീഗയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പൻ സന്തോഷിക്കുന്നു എന്നാണ്. കർമ്മേലിലെ മഹാധനികനായിരുന്ന ഒരു വ്യാപാരിയായിരുന്നു നാബാൽ. നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരം നാബാൽ നടത്തുന്നതായി ദാവീദ് കേട്ടു. ദാവീദ് ശൗലിനെ ഭയപ്പെട്ട് ഒളിച്ച് നടക്കുന്ന കാലമായിരുന്നു അത്. ഭക്ഷണം ചോദിക്കുന്നതിന് വേണ്ടി നാബാലിൻ്റെ അടുക്കൽ ദാവീദ് ബാല്യക്കാരെ അയച്ചു. നാബാൽ കഠിന വാക്കു പറഞ്ഞ് ബാല്യക്കാരെ ആക്ഷേപിച്ച് ഒന്നും നൽകാതെ മടക്കി അയച്ചു. ദാവീദ് പ്രതികാരം ചെയ്യുവാനൊരുങ്ങി. ഇതറിഞ്ഞ അബീഗയിൽ ഉടൻ തന്നെ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് ബാല്യക്കാരുടെ കയ്യിൽ കൊടുത്ത് അവരെ ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചു. പിന്നാലെ അബീഗയിലും കഴുതപ്പുറത്ത് കയറി ദാവീദിനെ കാണാൻ പോയി. ദാവീദും അവൻ്റെ ആളുകളും നാബാലിനോട് പ്രതികാരം ചെയ്യുവാൻ വരികയായിരുന്നു. ദാവീദിനെ കണ്ട മാത്രയിൽ അബീഗയിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദിനോട് ക്ഷമ ചോദിച്ചു. ദാവീദ് അബീഗയിലിൻ്റെ വിവേകത്തെ പുകഴ്ത്തി. അവൾ കൊണ്ടുവന്ന കാഴ്ച ദാവീദ് വാങ്ങി അവളെ സമാധാനത്തോടെ വീട്ടിലേക്ക് മടക്കി അയച്ചു. പിറ്റേ ദിവസം രാവിലെ നാബാലിൻ്റെ ലഹരി മാറിയപ്പോൾ അബീഗയിൽ അയാളെ വിവരമറിയിച്ചു. അപ്പോൾ അവൻ്റെ ഹൃദയം ഉള്ളിൽ നിർജീവമായി തീർന്നു. 10 ദിവസത്തിനു ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിക്കിയാൽ അവൻ മരിച്ചു. അതിനുശേഷം ദാവീദ് അബീഗയിലിനെ ഭാര്യയായി സ്വീകരിച്ചു. 1 ശമൂവേൽ 25-ാം അധ്യായം 1 മുതൽ 43 വരെ. ഗത്ത് രാജാവായ ആഖീസിൻ്റെ അടുക്കലേക്ക് ദാവീദ് ഓടിപ്പോയപ്പോൾ അഹീനോവം അബീഗയിൽ എന്ന 2 ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടുപോയി. 1 ശമൂവേൽ 27-3. ആ കാലത്ത് ദാവീദിനുണ്ടായിരുന്ന 6 ഭാര്യമാരിൽ ഒരുവളായിരുന്നു അബീഗയിൽ. ഹെബ്രോനിൽ വെച്ച് അബീഗയിൽ ദാവീദിന് കിലെയാബിനെ പ്രസവിച്ചു. 2 ശമൂവേൽ 3-3. 1 ദിനവൃത്താന്തം 3-1 കിലെയാബിൻ്റെ സ്ഥാനത്ത് ദാനിയേൽ എന്നാണ് കാണുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇശ്മായേലിനായ യിത്രോയുടെ ഭാര്യ, അതായത് യേഥറിൻ്റെ ഭാര്യ. അബീഗയിലിൻ്റെ മകനായ അമാസയെ ദാവീദ് സേനാപതിയാക്കി. 2 ശമൂവേൽ 19-13. ദാവീദിൻ്റെ സഹോദരിയോ അർത്ഥ സഹോദരിയോ ആണ് അബീഗയിൽ. 2 ശമൂവേൽ 17-25. 1 ദിനവൃത്താന്തം 2-16-17. 2 ശമൂവേൽ 17-25 മസോററ്റിക് പാഠമനുസരിച്ച് അബീഗയിലിൻ്റെ അപ്പൻ ഇശ്ശായി അല്ല, നാഹാശാണ്. ചില നിരൂപകന്മാരുടെ അഭിപ്രായത്തിൽ ഈ വാക്യത്തിലെ ബത്ത് നാഹാഷ് എന്നത് 27-ാം വാക്യത്തിൽ നിന്ന് എങ്ങനെയോ കടന്നുകൂടിയതാണ്.